ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിജി വൈശാഖ്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ടൊരു ബനാന കേക്ക് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കുക, 2 കപ്പ് മൈദ മാവ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഞാനിവിടെ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ മുട്ടയുടെ കൂടെ വേണമെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാം കേട്ടോ. പഞ്ചസാര അത് മാറ്റി വയ്ക്കുന്നുണ്ട്. വേറൊരു ബൗളെടുത്തിട്ട് 2 മുട്ട, ഞാനിവിടെ 2 മുട്ടയാണ് കേക്കിന് ഉപയോഗിക്കുന്നത്. 3 ആയാലും പ്രശ്നമൊന്നുമില്ല. 2 മുട്ട എടുക്കുന്നുണ്ട്. അത് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഇലക്ട്രിക് ബീറ്ററോ അവനോ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കുമെന്നാണല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വിസ്ക് വെച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് കേക്കൊക്കെ നല്ലോണം ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടുകയും ചെയ്യും. ഒരു 15 മിനിറ്റ് അടിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നൊരു പതഞ്ഞ ഒരു ഇത് കിട്ടും. അതുവരെ കിട്ടിയാൽ മതിയാവും. നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾ മാറ്റി വയ്ക്കാം. ഈ കേക്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 റോബസ്റ്റ പഴമാണ്. അതിനെ കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം ആദ്യത്തെ നമ്മൾ മിക്സിയിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഞാൻ ഇതിനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഒന്ന് ഈ മാവിനെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും മിക്സൊക്കെ നല്ലോണം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടുമാണ് അരിച്ചെടുത്തേക്കുന്നത്. ശേഷം ഒരു വലിയ ബൗളിലേക്ക് ഇതിട്ടതിന് ശേഷം ഈ മാവിട്ടതിന് ശേഷം 1 സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കൊക്കോ പൗഡർ നമുക്ക് 2 സ്പൂൺ ആയാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് ബനാന കേക്കിൻ്റെ കളറ് ബ്രൗൺ തന്നെയാണ്. അപ്പോൾ കൊക്കോ പൗഡർ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറും അതെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ഞാൻ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചേർക്കാം, പക്ഷെ ആ ഒരു മണമൊക്കെ അങ്ങ് പോവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ട അത് നമുക്കിതിനകത്തോട്ട് ചേർക്കാം. ചേർത്തതിന് ശേഷം ആ വിസ്ക് വെച്ച് തന്നെ ആ മാവും മുട്ടയും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വരണമല്ലോ. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ 1 കപ്പ് പാൽ ആവശ്യമുണ്ട്. പാലൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചർ ആയിട്ട് വേണം ഒഴിക്കാൻ. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ. പിന്നെ നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന പഴം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് ബ്ലെൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. പഴവും നമ്മൾ ഓയിലും എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് എടുക്കുക. നമുക്ക് ഈ കേക്കിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം ഇതുപോലെ നിൽക്കണം. അതായത് ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന വരെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ബൂസ്റ്റാണ്. 5 രൂപയുടെ സാഷെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞാനത് ആഡ് ചെയ്തിരിക്കുന്നത്. ശേഷം നമുക്ക് ഒരു പഴം, ഞാൻ ഈ റോബസ്റ്റ് തന്നെയാണ് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് അതൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി, ഒരു സ്പാച്ചില വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ ഈ പീസസ് എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബ്ലെൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ പീസസ് എല്ലായിടത്തും അടിഞ്ഞ് നിൽക്കരുത്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കൊരു ട്രേ, എനിക്കിവിടെ ഒരു സ്ക്വയർ ട്രേ ഉള്ളതുകൊണ്ട് ഞാൻ ആ ട്രേ എടുത്തു. ട്രേ ഇല്ലാത്തവരാണെങ്കിൽ സാധാ നമ്മളെ സ്റ്റീൽ പാത്രം എടുത്താലും മതിയാവും. അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് മൈദ മാവ് നമ്മളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട്
എല്ലായിടത്തും ഒന്നാവുന്ന രീതിയിലൊന്ന് തട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം തട്ടി കൊടുക്കുമ്പോഴത്തേക്കും മാവ് എല്ലായിടത്തും ഒന്ന് എത്തും. അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. ബാറ്റർ ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, പഴം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിടത്ത് മാത്രമായി പോവും. അതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഈ ട്രെയിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനിടയിലുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റീം ആവുമ്പോൾ വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാനാണ്. ഞാൻ ഇഡ്ഡലി തട്ട് ഓൾറെഡി വച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ട്രേ അതിനകത്തേക്ക് വയ്ക്കാം. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 45 മിനിറ്റ്സാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ആവാൻ എടുത്ത സമയം. കേക്ക് തുറന്ന് നോക്കിയിട്ട് ഒരു ഫോക്ക് വെച്ചിട്ട് കുത്തി എടുക്കുമ്പോഴത്തേക്കും ഒന്ന് നീറ്റായിട്ട് കിട്ടുവാണെങ്കിൽ അത് കേക്ക് വെന്തതാണ്. എല്ലാ സൈഡിലും ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു നൈഫ് വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് വിട്ട് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഈ ട്രെയിനെ തട്ടുകയാണ്. തട്ടുമ്പം കാണാൻ പറ്റും നമുക്ക് ഒരിടത്തും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് തന്നെ ഞാനൊരു നൈഫ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ കേക്കിനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പഴത്തിൻ്റെ പീസസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഓവർ കുക്ക്ഡും അല്ല, നമുക്ക് എന്നാൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.